നമസ്കാരം. ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങളെന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. 2024 സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച നടന്ന ഒരു ആവേശകരമായ കുടുംബ വിനോദ സാഹസിക യാത്രയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കേരളത്തിലെ മൂന്നാർ, മറയൂർ എന്നിവിടങ്ങളിലെ പ്രകൃതി രമണീയമായ വഴികളിലൂടെ സഞ്ചരിച്ച് കാന്തല്ലൂരിലേക്ക് അത്ഭുതകരമായ ഒരു യാത്രയ്ക്കായി ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേർന്നു. ആ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ അഭിപ്രായങ്ങൾ എഴുതുകയോ ചെയ്യാൻ മടിക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി. നന്ദി. ഞങ്ങളുടെ കുടുംബ സാഹസിക യാത്ര 13 തീയതി 2024 മനോഹരമായ ഒരു വെള്ളിയാഴ്ച 11 മണി രാവിലെ ആരംഭിച്ചു. അവിസ്മരണീയമായ ഒരു യാത്രയുടെ കാത്തിരിപ്പ് നിറച്ച് ഞങ്ങൾ കേരളത്തിലെ കോണത്തുകുന്നിൽ നിന്ന് പുറപ്പെട്ടു. വഴിനീളെയുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അതിമനോഹരമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ, കുന്നുകൾ, പ്രകൃതിയുടെ മനോഹാരിത എന്നിവ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരെയും വിസ്മയിപ്പിച്ചു. സഹധർമ്മിണിയാം ഫാത്തിമ തന്നിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിതു കേട്ടിടുവിൻ. മാണിക്യ മലരായ പോയി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. 26 സീറ്റുള്ള ടെമ്പോ ട്രാവലറിൽ കാലത്ത് 11 മണിയോടെ ഞങ്ങൾ 24 പേർ കോണത്തുകുന്നിൽ നിന്നും യാത്ര പുറപ്പെട്ടതാണ്. തുടക്കം മുതൽ തന്നെ ഊർജം ഉയർന്നിരുന്നു. സ്ത്രീകളും കുട്ടികളും പാട്ടുകളും ചിരിയും കൊണ്ട് അന്തരീക്ഷം നിറച്ചു. മനോഹരമായ ഭൂപ്രകൃതിയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ രസകരമായ സ്പന്ദനങ്ങൾ തുടർന്നു. ഞങ്ങളുടെ യാത്രയിൽ നിന്നുള്ള എല്ലാ ആശ്വാസകരമായ കാഴ്ചകൾക്കും അവസ്മരണീയമായ നിമിഷങ്ങൾക്കും കുടുംബ വിനോദങ്ങൾക്കും വേണ്ടി കാത്തിരിക്കും. तेरी गलियों में मोहब्बत होगी, ला 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 ला, मेरे दिल में ख्याल आता है कि जैसे तुझको. ഈ യാത്രയിലെ ഞങ്ങൾ എല്ലാവരുടെയും സുഹൃത്തും ബന്ധുവുമായ മിസ്റ്റർ ബൻസീർ ഹായ് മൂന്നാറിൽ നിന്നും ഞങ്ങളോടൊപ്പം ചേരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ജിനീഷ് ജോസ് മൂന്നാർ റിസോർട്ടും ഏലകൃഷിയും മറ്റു കച്ചവടവും എല്ലാമുള്ള ഒരു വ്യക്തിത്വമാണ്. നീണ്ടതും എന്നാൽ ആസ്വാദികരവുമായ ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒടുവിൽ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ കാന്തല്ലൂരിലെ കോസ്മിക് മഡ് ഹൗസിലെത്തി. ഏകദേശം രാത്രി 8 മണി. തണുത്ത ഉന്മേഷദായകമായ പർവ്വതവായു ഞങ്ങളെ സ്വാഗതം ചെയ്തു. സായാഹ്നത്തിന് അനുയോജ്യമായ മാനസികാവസ്ഥ സജ്ജമാക്കി. സ്വാദിഷ്ടമായ മസാല കട്ടൻ ചായ നൽകി ഞങ്ങളെ സ്വാഗതം ചെയ്ത് ഞങ്ങളുടെ മനസ്സിന് കുളിർമയേകി.
അപ്പം അത് കാരണം വളരെ കൂളാണ് ഇതിൻ്റെ ഈ ഇവിടുത്തെ ഈ ചുമരുകളും എല്ലാം. നീണ്ട യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തി. ഉള്ള സ്ഥലത്ത് എല്ലാവരും ഒന്ന് വിശ്രമിക്കുക, അതുപോലെ തന്നെ ഉള്ള സമയം സന്തോഷിക്കുക. മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടിന്റെ വെട്ടം കളയരുതേ. നിഴല് പൊൽപ്പറ്റി കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞ് നുറുങ്ങ വെട്ടം. മക്കളല്ലോ നമ്മൾ, ഭാരത പൂവാടി പൂത്ത പൂക്കളല്ലോ നമ്മൾ, പൂക്കളല്ലോ നമ്മൾ. ആലാപനം തേടും തായ്മനം വാരികം കോവേ. രാത്രിയായപ്പോൾ മഡ് ഹൗസ് മാനേജർ ഞങ്ങൾക്കായി ഒരു ചടുലമായ ക്യാമ്പ് ഫയർ സംഘടിപ്പിച്ചു. നക്ഷത്രങ്ങൾക്ക് കീഴിൽ തീജ്വാലകൾ മിന്നിമറയുമ്പോൾ മാനേജർ തന്നെ ഞങ്ങളെ ലൈവ് മ്യൂസിക് നൽകി ആസ്വദിപ്പിച്ചു. പാട്ടുകളും ചിരിയും തീയുടെ ചൂടും ഒരു മാന്ത്രിക രാത്രി സൃഷ്ടിച്ചു. ഹൃദ്യമായ അത്താഴത്തിന് ശേഷം പർവ്വതനിരകളിലെ ശാന്തവും തണുത്തതുമായ കാലാവസ്ഥയെ ആശ്ലേഷിച്ച് സുഖമായി ഉറങ്ങി ഞങ്ങൾ രാത്രി വിശ്രമിച്ചു. ഇന്നലെ രാത്രി എല്ലാവരും പാട്ടും ആഘോഷമൊക്കെ ആയിട്ട് കൂടി അങ്ങനെ നല്ലതായിട്ട് ഉറങ്ങി. നല്ല കൂൾ വെതർ. അപ്പോൾ നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് എല്ലാവരും ഇപ്പോൾ ചായ കുടിക്കുന്ന ഒരു ഇതിലാണ്. എന്താ പരിപാടി? എന്താ എവിടെ പോകും കുളിക്കാൻ? അവിടേക്ക് പോകും. പിറ്റേന്ന് ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം പര്യവേഷണം ചെയ്യാനുള്ള ആകാംക്ഷയോടെ ഞങ്ങളുടെ ആദ്യ സ്റ്റോപ്പ് മഡ് ഹൗസിന് സമീപം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ കിഴാന്തൂർ വെള്ളച്ചാട്ടമായിരുന്നു. ഇതുപോലൊരു ടൂറ് ഈ അടുത്ത കാലത്ത് ഞാൻ ഇതാണ് കാന്തല്ലൂർ വന്നിക്കണാണ്. ഇതുപോലത്തെ ഒരു ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണെന്ന് എപ്പോഴും പറയാവുന്ന ഒരു ഏരിയയാണ് മൂന്നാർ കാന്തല്ലൂർ. അവിടെ വളർന്ന ഫലവൃക്ഷങ്ങൾ, ആപ്പിൾ, ഓറഞ്ച്, പ്രത്യേകതരം ഫ്രൂട്ട്സ് എല്ലാം ടേസ്റ്റ് എല്ലാം ഒരു താങ്കളുടെ ഈ റിസോർട്ടിന്റെ പണി എവിടത്തോളായി? എന്റെ റിസോർട്ടിന്റെ പണി അങ്ങനെ നടക്കുകയാണ്. പേരൊക്കെ കിട്ടും. വുഡ്പെക്കർ. മരംകൊത്തി വുഡ്പെക്കർ റിസോർട്ട്, മൂന്നാർ. ഇദ്ദേഹം ഞങ്ങളുടെ ഗ്രൂപ്പില് ഞങ്ങളോടൊപ്പം ചേർന്നാണ് വന്ന് ഇടയ്ക്ക് വെച്ച് വന്ന് ചേർന്നത്. അത് ഞങ്ങളുടെ ഉന്മേഷം അതോടുകൂടിയിട്ട് വർദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഞങ്ങളെപ്പോഴും എന്താ പറയുക
ഇഷ്ടപ്പെടുത്തുന്ന ഒരു പ്രസൻസാണ്. ഫസ്റ്റ് കുളി ആ വാട്ടർഫോൾസ് കുളി ആ ഇവിടെ 100 മീറ്റർ. ആ ഓക്കെ. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ഓണറുടെ അച്ഛനാണത്. മഡ് ഹട്ട് എത്ര നാളായി ഉണ്ടാക്കി? 1 വർഷമായി. പിന്നെ ഇപ്പോൾ ഒരെണ്ണം ഉള്ളു, ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വന്നേക്കുന്ന ഇവരായിട്ട് എവിടേക്കാണ് പോകണത് നിങ്ങൾ? ആ വാട്ടർഫാൾസ് കാണാൻ കൊണ്ടുപോകണം. ഓക്കെ. ഒരു 100 മീറ്റർ അകലെയുള്ള വാട്ടർഫാൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. ഉറങ്ങിയാ ഇന്നലെ? ഓക്കെ. നീ ഉറങ്ങിയാ? ഉറങ്ങി. സൂപ്പറായ? നിങ്ങളുടെ ഉറക്കം സൂപ്പറായ? കുളിക്കാൻ പോണ്? അവിടെ എവിടെ വാട്ടർഫാൾസാ? കാന്തല്ലൂരിൽ പച്ചലയിൽ കണ്ടൊരു പച്ചക്കുതിര. കാന്തല്ലൂരിൽ ഞങ്ങൾ കാണാൻ പോയ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു ഹോം സ്റ്റേ പ്രോപ്പർട്ടിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കാന്തല്ലൂരിലേക്ക് പോണ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ അതിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അവിടുത്തെ സൗകര്യങ്ങൾ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയ സന്തോഷമാണ് ഇവരെല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ഇനി ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള നല്ല വഴിയാ. വാ ഓരോരുത്തരും ഇറങ്ങ്. ഈ കാല് സ്റ്റെപ്പ് ഇവിടെ വെക്കി. കാല് മോളണ്ട് പോയാ? പോ ഓരോരുത്തര് പോ. സായിതാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയേ. അപ്പോൾ ഇത് വളരെ ഒരു ദുർഘടം പിടിച്ച വഴിയാണ്. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൽമാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. എല്ലാവരെയും കൈപിടിച്ച് ആ വഴിയിലേക്ക് ഇറക്കാണ്. കുളിക്കുന്നവർക്ക് ഇവിടെ കുളിക്കാം. മോനെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ചിലർ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും, മുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തിരഞ്ഞെടുത്തു. താഴേക്കുള്ള പാത വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. വഴുവഴുപ്പും അയഞ്ഞ കല്ലുകളും ഇറക്കം ദുഷ്കരമാക്കി. ഇവിടൊക്കെ വഴുക്കുന്നുണ്ട് കേട്ടാ സൽമാനെ. ഇവിടെ വഴുക്കലില്ലല്ലോ. ഒടുവിൽ കീഴാന്തൂർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന താഴ്വാരത്തിന്റെ അരികിലെത്തി. സന്തോഷത്തിമിർപ്പോടെ എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കുഴപ്പമില്ല, ഇവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങാം.
സ്റ്റീൽ ബോഡി ആണെങ്കിലൊക്കെ ഒരാള് അയാളുടെ സ്റ്റീൽ ബോഡി സാഹസികതയുള്ളവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഫടിക ശുദ്ധജലത്തിൽ തണുത്തതും ഉന്മേഷദായകവുമായ കുളി ആസ്വദിച്ചപ്പോൾ താഴേക്ക് ഇറങ്ങിയവർക്ക് ആവേശകരമായ അനുഭവം സമ്മാനിച്ചു. പ്രകൃതിയുടെ അനിയന്ത്രിതമായ സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട ശുദ്ധമായ സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു അത്. അഷവിന്റെ ചെരുപ്പ് കഴിക്കണാ ഭയങ്കര ധൈര്യമായിരുന്നു ഇറങ്ങാൻ. എന്തായി കുളിച്ചില്ല? ആ കുളിച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ട് എന്ത് കാര്യമുണ്ടായി? അപ്പോ മിസ്റ്റർ ബനസീർ ആൻഡ് അഷ്റഫ് ഭായ് വെള്ളച്ചാട്ടത്തില് കുളിച്ചു വന്ന ഒരു നമ്മുടെ വേണ്ടപ്പെട്ട ബനസീർ ഭായി ഉണ്ടത്. വളരെ അതിസാഹസികമായ വെള്ളച്ചാട്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. വെള്ളച്ചാട്ടത്തിന് പോയ വഴികളൊക്കെ നിങ്ങൾ കണ്ടു കാണും. വളരെ അടിപൊളിയായിരുന്നു, ദുർഘടമായിരുന്നു, പക്ഷെ ഒരു എക്സ്പീരിയൻസ്. ഇല്ല 7 മണിക്ക് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോയത്. അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും തിരിച്ച് ഞങ്ങളുടെ മഡ് ഹൗസിലെത്തി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിലാണ്. അടുത്ത യാത്രയ്ക്കുള്ള ജീപ്പൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ജീപ്പാണ് കണ്ടിട്ട് തോന്നുന്നു. എല്ലാം പുതിയ ജീപ്പാണ്. 10 മണിയായി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഉടനെ പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 10-10:30 അപ്പം അഷബായ് ഉണ്ട്, നമ്മുടെ മുല്ല സാപ്പുണ്ട്, ജിത്തിനുണ്ട്, സാദിഖ് ബോസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇത്ര ആളുടെ സാദത്തും സൽമാനും അവരെല്ലാവരും ഒരു ജീപ്പിലാണ്. അവിടെ ജബീലിന്റെ ഉള്ളിലുണ്ട്. ഞാന് ആഞ്ചലുണ്ട്, വട്ടുണ്ട്, എല്ലാവരും ഇതിലുണ്ട്. അടുത്തെടുത്ത് അങ്ങനെ ഇവരെല്ലാവരും ഒരു ഒരുമിച്ച് വണ്ടിയിലാണ്. ജീപ്പ് ഡ്രൈവർ ശ്രീ പെരുമാൾ, അദ്ദേഹമാണ് ഞങ്ങളെ കച്ചാരം വാട്ടർഫാൾസ് കാണിക്കാൻ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴി ഓഫ് റോഡാണ്. വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്ത് വെള്ളമൊലിച്ചിട്ടും റോഡെല്ലാം വൃത്തികേടായി എടുക്കുക. കുത്തിക്കുലുങ്ങിയുള്ള ജീപ്പ് യാത്രയ്ക്ക് ശേഷം
ഞങ്ങൾ കച്ചാരം വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ എത്തി. കച്ചാരം മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലുള്ള വേറെ അതിനോടനുബന്ധമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര അതിലെ സൈഡാണ്. കാന്തല്ലൂർ കച്ചാരം വാട്ടർഫാൾസിൽ എത്തിച്ചേർന്ന ഗ്രൂപ്പാംഗങ്ങൾ അവരുടെ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. കാലത്ത് കീഴാന്തൂർ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത് കാരണം കച്ചാരം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ആരും തയ്യാറായില്ല. സ്ത്രീകൾക്കാണെങ്കിൽ പ്രൈവസിയും ഇല്ല ഇവിടെ. കച്ചാരം വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ കണ്ടുമടങ്ങുന്ന സംഘം ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞു തിരിച്ചു പോവാണ്. എല്ലാവരും ഇനി ജീപ്പിൽ കയറി തിരിച്ചു പോവാണ് പരിപാടി. അത് ഇത് ഈ വണ്ടി അടിപൊളി. ഭ്രമരം മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത്. വീഴാൻ പോയാ നിങ്ങളവിടെ ഒരു ചാട്ടം കാടിയാ? ഓ ശരി. ഭ്രമരം വ്യൂ പോയിന്റിൽ നിന്നും കച്ചാരം ഡാമിൻ്റെ കാഴ്ച. ഭ്രമരം വ്യൂ പോയിന്റിൽ തന്നെ ഇഞ്ചിപ്പുല്ലിൽ നിന്നും തൈലമെടുക്കുന്ന ഒരു കുടിൽ വ്യവസായശാലയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി. വീടെവിടെ? കേരളത്തിലെ കാന്തല്ലൂരിൽ ഇഞ്ചിപ്പുൽ തൈലം വേർതിരിച്ചെടുക്കുന്നത് സാധാരണയായി സ്റ്റീം ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചാണ്. അവർ നമ്മളെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഈ പ്രക്രിയ കാന്തല്ലൂർ പോലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇഞ്ചിപ്പുല്ലിന്റെ സമൃദ്ധിയും പരമ്പരാഗത കാർഷിക രീതികളും കാരണം സാധാരണയായി ഉപയോഗിക്കുന്നു. ദാമോദരന്റെ കൂടെ ഞാൻ ഇഞ്ചിപ്പുല്ല് തൈലെടുക്കുന്നത് കാണാൻ പോവാ. കാന്തല്ലൂരാണ് സ്ഥലം. ആദ്യം പച്ചയായ ഇഞ്ചിപ്പുൽ കൃഷി ചെയ്ത് മുറിച്ച് ശേഖരിക്കുന്നു. ഇതിൽ ധാരാളം ശുദ്ധമായ ഓയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്, പ്രത്യേകിച്ച് തണ്ട്, ഇല എന്നിവ. ശേഖരിച്ച ഇഞ്ചിപ്പുൽ വായുവിൽ 2-3 ദിവസം വൃത്തിയാക്കി ഉണക്കുന്നു. അരിഞ്ഞ ഇഞ്ചിപ്പുൽ ഒരു നീരാവി വാറ്റിയെടുക്കൽ യൂണിറ്റിലേക്ക് ലോഡ് ചെയ്യുന്നു. സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നു.
എപ്പടി സൗഖ്യമാ? ഇഞ്ചിപ്പുൽ ഒരു നീരാവി വാറ്റിയെടുക്കൽ യൂണിറ്റിലേക്ക് ലോഡ് ചെയ്ത ശേഷം അതിൽ നിന്നും ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ അതിന്റെ വാതിലിൽ മണ്ണ് കുഴച്ച് തേമ്പി അടയ്ക്കുകയാണ് ഇദ്ദേഹം. അതിന്റെ മുന്നിൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു 3 അടി ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതാണ്ടല്ലോ അടുപ്പ്, ഇവിടെ ഈ അടുപ്പിൽ നമ്മൾ ഇതുപോലെ തീ കത്തിക്കണം. അടുപ്പില് ഇതുപോലെ തീ കത്തിച്ചിട്ട് വെള്ളം ചൂടാക്കി തിളപ്പിക്കണം. ഇവിടെ നന്നായിട്ട് തീ കത്തിക്കും. എന്നിട്ട് വെള്ളം എന്നിട്ട് ഇതില് വെള്ളമുണ്ട്. ഇതിൽ വെള്ളമുണ്ട്. വെള്ളം ഇട്ടിട്ട് വെള്ളം ചൂടാക്കി തിളപ്പിന് ശേഷമാണ് നമ്മൾ പുല്ലാക്കേണ്ടത്. പുല്ലായിലിടും. നല്ലവണ്ണം ടൈറ്റ് പുല്ലാക്കി വെച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം ടൈറ്റ് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിൽ പുല്ലുണ്ട്. നല്ലവണ്ണം ടൈറ്റ് പുല്ലുണ്ട്. ഒന്ന് വെക്കുന്നത് കാണിച്ചു തരാൻ പറ്റും? കുറച്ച് പുല്ല് ഇങ്ങനെ ഇട്ടിട്ട് പറ്റില്ല, തുറക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഞങ്ങള് തീയിട്ട് 2.5 മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നീരവിയായിട്ട് താഴെ പോകും. ഡിസ്റ്റില്ലറിയിൽ തണുത്ത വെള്ളം ചൂടാക്കുകയും അത് 100 ഡിഗ്രി മുതൽ 150 ഡിഗ്രി വരെയുള്ള താപനിലയിൽ ഇരുന്ന് ഉരുകിക്കൊണ്ടിരിക്കുന്ന ഇഞ്ചിപ്പുൽ മുകളിലൂടെ പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ആവിയിൽ കലർന്ന തൈലത്തിന്റെ ഘടകങ്ങൾ വേർപിരിയുകയും ചെയ്യുന്നു. വേർപിരിയുന്ന തൈലം പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന പാത്രത്തിൽ അവിടെ തൈലവും വെള്ളവും തനിമകളുടെ വ്യത്യാസം കാരണം തിരിച്ചറിയപ്പെടുന്നു. തൈലത്തെ വെള്ളത്തിൽ നിന്നും വേർതിരിച്ച് ശേഖരിക്കും. വെള്ളം പോയിക്കൊണ്ടേയിരിക്കും, തൈലം പോകത്തില്ല. തൈലം മുകളിൽ പൊങ്ങിക്കൊണ്ടേ വരും. എന്നിട്ട് 2.5 മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ സാധനം വെച്ച് നെക്കി കോരിയെടുക്കും. എടുക്കാൻ പറ്റില്ല, ഇപ്പൊ എടുക്കാൻ പറ്റില്ല. ഈ 2.5 മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ആഹമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു ചെമ്പ് വാറ്റിയെടുക്കുമ്പോ ഒരു 200 മില്ലിയെ കിട്ടുള്ളൂ. അതിന് വില കൂടുതലല്ലേ? ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുൽ തൈലം ഇതാണ്. ഈ തൈലത്തിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒരു 2 തുള്ളി മാത്രം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം മിസ്സാക്കിയതിന് ശേഷം നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി തുടച്ചു കഴിഞ്ഞാൽ ഈച്ച സൈലും ഉറുമ്പ് സൈലും പാറ്റ സൈലും കൊതുക് സൈലും ഒന്നും കാണില്ല. അതിന് മാത്രമല്ല പുൽത്തൈലത്തിന്റെ ഉപയോഗം നമ്മൾ ഉളുക്കു ചതവ് മുട്ടുപനിക്ക് ഏറ്റവും പറ്റിയ സാധനമാണ്. പക്ഷെ കണ്ണിൽ മാത്രം പെടാതെ നോക്കണം. ഇതിന്റെ ഒരു പീസ് വന്ന് 150. ഇഞ്ചിപ്പുൽ തൈലത്തിനെ കുറിച്ചുള്ള വിവരണങ്ങൾക്ക് ശേഷം ഞങ്ങൾ പുറപ്പെടുന്നത് മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ കരിമ്പിൻ ജ്യൂസും വിൽപ്പനയ്ക്കുണ്ട്. സഞ്ചാരികൾക്ക് കരിമ്പിൻ ജ്യൂസ് വിൽപ്പന നടത്തുന്നതോടൊപ്പം തന്നെ ശർക്കര ഉണ്ടാക്കുന്ന വിധവും ഞങ്ങൾ അവിടെ കണ്ടു. പിഴിഞ്ഞെടുത്ത കരിമ്പിൻ ജ്യൂസ് വലിയ ഒരു ഡ്രമ്മിലേക്ക് സ്റ്റോർ ചെയ്ത് അതിൽ നിന്നും ശർക്കര ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വലിയ പാത്രത്തിലേക്ക് ഒഴുക്കി കൊടുക്കുന്നു. കരിമ്പിൻ ജ്യൂസ് ഒഴിച്ചു വെച്ചിരിക്കുന്ന വലിയ പാത്രത്തിനടിയിൽ നന്നായി തീ കത്തിച്ച് അതിനെ തിളപ്പിച്ച് ശർക്കര പാനീയ രൂപത്തിലാക്കി തണുപ്പിക്കുന്നു. തണുപ്പിച്ച ശേഷം ചെറിയ ഉരുളകളാക്കി അവ പാക്ക് ചെയ്ത് അവിടെ വരുന്ന സഞ്ചാരികൾക്കും മറ്റും വിപണനം ചെയ്യുന്നു. കരിമ്പിൻ ജ്യൂസിൻ്റെയും ശർക്കരയുടെയും മധുരം നുണഞ്ഞ് ഞങ്ങൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് തിരിക്കുന്നു. ഇരച്ചിൽപ്പാറ എടക്കടവ് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെറിയ ഒരു നൂലിൻ്റെ കനുണ്ടാവുള്ള വെള്ളച്ചാട്ടം, വളരെ മനോഹരമായ ഒരു സ്ഥലം. എന്നിട്ട് എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? സൂപ്പർ അല്ലേ? മേഘാലിത് കാലഘട്ടത്തിൽ കാന്തല്ലൂർ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്ന മുനിയറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ അടുത്ത പ്രയാണം. കാന്തല്ലൂരിലെ മുനിയറയിലേക്ക് ജീപ്പിൽ ഓഫ് റോഡിംഗ് വഴി യാത്ര ചെയ്യുന്നത് സാഹസികവും ആസ്വാദ്യകരവും അവിസ്മരണീയവുമായ അനുഭവമായിരുന്നു. മുനിയറ സ്ഥിതി ചെയ്യുന്ന പാറപ്പുറത്തേക്കാണ് ഞങ്ങളുടെ ജീപ്പ് കയറിയത്. വളരെ കാലത്തെ പരിചയസമ്പന്നനായ ജീപ്പ് ഡ്രൈവർമാരുടെ ധൈര്യത്താൽ ഞങ്ങൾ ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് ആ പാറപ്പുറത്തേക്ക് കയറിയത്. ജീപ്പ് നമ്മളെ ഇടത്തോട്ടും വലത്തോട്ടും പിടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങളിവിടെ മുനിയറയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പച്ചപ്പിനും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ്. ഇത് സന്ദർശകർക്ക് സമാധാനപരമായ സ്ഥലമാക്കി മാറ്റുന്നു. കാന്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന മുനിയറ പുരാവസ്തു സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരു പുരാതന ശ്മശാന സ്ഥലമാണ്. ശവകുടീരം പോലുള്ള ഘടനകൾ സാധാരണയായി ഒരു തിരശ്ചീന സ്ലാബിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് ലംബമായ കല്ലുകൾ ഉൾക്കൊള്ളുന്നു. മുനിയറ എന്ന പേര് മുനിയുടെ പുണ്യസ്ഥലം എന്ന് വിവർത്തനം ചെയ്യുന്നു. ഒരു വളരെയധികം ഇപ്പോൾ ഈ ഓണം വെക്കേഷൻ ആണല്ലോ, അപ്പോൾ വളരെയധികം ജീപ്പുകൾ ഇപ്പോൾ ഈ മുനിയറ കാണാൻ വന്നിട്ടുണ്ട്. അത്രയും വിസിറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ, ടൂറിസ്റ്റുകൾ. അത് ഓടിക്കുന്ന ജീപ്പുകാരെ സമ്മതിക്കാറുണ്ട്. ഈ ശ്മശാന സ്ഥലങ്ങൾ മെഗാലിത്തിക് കാലഘട്ടത്തിൽ ഏകദേശം 1000 BCE മുതൽ 500 CE വരെ പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മെഗാലിത്തിക് എന്നത് ചരിത്രാതീത കാലഘട്ടത്തിൽ നിർമ്മിച്ച വലിയ കല്ലുകൾ അഥവാ മെഗാലിത്തുകൾ കൊണ്ട് നിർമ്മിച്ച ഘടനകളെയോ സ്മാരകങ്ങളെയോ സൂചിപ്പിക്കുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ അവിടെ മേരെ അങ്ങനെ എന്നുള്ള പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. അവിടെ മുനിയറ കാണാൻ വന്നവരാണ് അവരെല്ലാം. പുരാതന ശ്മശാന രീതികൾ, മതപരമായ സ്ഥലങ്ങൾ, ആചാരപരമായ ഘടനകൾ എന്നിവയുമായി മെഗാലിത്തിക് വാസ്തുവിദ്യ പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ശവകുടീരം പോലുള്ള ഘടനകൾ സാധാരണയായി ഒരു തിരശ്ചീന സ്ലാബിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് ലംബമായ കല്ലുകൾ ഉൾക്കൊള്ളുന്നു. കുത്തിനെയുള്ള ഒറ്റക്കല്ലുകൾ പലപ്പോഴും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അടയാളപ്പെടുത്തുന്നതിനോ ആചാരപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടിയുള്ളതാണ്. നിൽക്കുന്ന കല്ലുകളുടെ ക്രമീകരണങ്ങൾ പലപ്പോഴും ജ്യോതിശാസ്ത്രപരമോ ആചാരപരമോ ആയ പ്രാധാന്യമുള്ളതായി കരുതുന്നു. ശ്മശാന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഡോൾമെൻസുകളും വലിയ ശിലാഘടനകളും ഈ സൈറ്റിൽ അടങ്ങിയിരിക്കുന്നു. ആചാരപരമായ ശ്മശാനങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ അസ്തിത്വത്തെ ഈ ഘടനകൾ സൂചിപ്പിക്കുന്നു. മൊത്തത്തിൽ ഡോൾമെനുകൾ നമ്മുടെ ചരിത്രാതീത ഭൂതകാലത്തിൻ്റെ ആകർഷകമായ അവശിഷ്ടങ്ങളാണ്. ആദിമ മനുഷ്യ സമൂഹങ്ങളുടെ ചാതുര്യവും സാംസ്കാരിക രീതികളും പ്രദർശിപ്പിക്കുന്നു. പുരാതന ചരിത്രത്തിൽ താൽപ്പര്യമുള്ള വിനോദസഞ്ചാരികളെയും ഗവേഷകരെയും മുനിയറ ആകർഷിക്കുന്നു. മൊത്തത്തിൽ മുനിയറ കേരളത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കുമുള്ള ഒരു കൗതുക കാഴ്ചയാണ്. പ്രദേശത്തിൻ്റെ പുരാതന ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. പുരാതന ജനതയുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ട് പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും മെഗാലിത്തിക് സൈറ്റുകൾ വളരെയധികം താൽപ്പര്യമുള്ളതായി തുടരുന്നു. മുനിയറയിലെ കാഴ്ചകൾക്കു ശേഷം ഞങ്ങൾ കേരളത്തിലെ പ്രസിദ്ധമായ മടവൂർ ചന്ദനക്കാടുകളിലേക്ക് നീങ്ങി. ചന്ദനക്കാടിലേക്ക് പ്രവേശനം. ഇതൊക്കെ ചന്ദനക്കാടാണ്. ഭയങ്കര സെക്യൂരിറ്റി അല്ല. ഈ സ്റ്റിക്കർ വെച്ചെല്ലാം ചന്ദനമരമാണ്. നമ്പർ ഉണ്ടോ? അതെ. ചന്ദനക്കാട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കട്ടോ. ചന്ദനക്കാറ്റേറ്റ് ഞങ്ങളുടെ വിനോദയാത്രയുടെ അവസാന സെഷനായി. സെപ്റ്റംബർ 14, 2024
ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി ഞങ്ങളുടെ വിനോദയാത്ര അവസാനിക്കാൻ സമയമായി. അടുത്തത് ഞങ്ങൾക്കിനി ലഞ്ച് കഴിക്കാൻ നല്ല ഹോട്ടൽ അന്വേഷിച്ചുള്ള യാത്രയാണ്. ഒടുവിൽ ഞങ്ങളൊരു ഹോട്ടലിലെത്തി. ഭക്ഷണം 4 മണിയായപ്പോഴത്തേനും ഭക്ഷണമൊന്നും നമ്മൾ വിചാരിച്ച മാതിരി ഉണ്ടായിരുന്നില്ല. എന്നാലും അവിടെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് അവർ പാകപ്പെടുത്തി തന്നു. ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾക്ക് അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റി. തിരക്കേടില്ലാത്തൊരു ഹോട്ടലായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത.